ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്നിവിടെ ഒരു പാസ്ത റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വെജിറ്റബിൾ ബീഫ് പാസ്ത. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഗ്രൈൻഡഡ് ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മളിവിടെ മിൻസ്ഡ് ബീഫ് എന്നും പറയും. ഇത് ബീഫ് ഗ്രൈൻഡ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ തന്നെ ഇത് മേടിക്കാൻ കിട്ടും. ഇത് ഞാൻ വിനീഗറും ഉപ്പും ഒഴിച്ച് നന്നായി കഴുകിയെടുത്തു. എന്നിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു വിസിൽ അടിക്കുന്നവരെ ഇത് വേവിക്കാൻ വെച്ചു. ഒരു വിസിൽ അടിച്ചാൽ മതി, കാരണം ഇത് ഗ്രൈൻഡഡ് ബീഫ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തോളും. ആ സമയത്ത് തന്നെ ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഉപ്പും കൂടി ഇട്ട് തിളപ്പിക്കാൻ വെച്ചു. എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് നമ്മുടെ പാസ്ത ഇട്ടു. ശരിക്കും പാസ്ത മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം വേണം കേട്ടോ. എന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു. ഞാനിവിടെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഈ എണ്ണ എന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ പാസ്ത കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായി പാസ്ത വെന്ത് വന്നപ്പോഴത്തേക്കും ഇത് ഞാൻ ആ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തു. നമുക്ക് ആ വെള്ളം ഇനി ആവശ്യമില്ല, അത് നമുക്ക് കളയാനുള്ളതാണ്. ആ സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉള്ളിയും ക്യാരറ്റും കാപ്സിക്കവും ഗ്രീൻ പീസും ഒക്കെ എടുത്തു വെച്ചു. അതിൻ്റെ കൂടെ കുറച്ച് സ്പിനച്ചും കൂടെ കഴുകി എടുത്തു വെച്ചു. എന്നിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ എടുത്തു. ഞാനിവിടെ കനോള ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തു. അതിൻ്റെ കൂടെ ഒരു 5 ചോള വെളുത്തുള്ളിയോളം ചതച്ചിട്ടു. അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു ഉള്ളി അരിഞ്ഞത് ആഡ് ചെയ്തു. അതിൻ്റെയും ഒരു പച്ചച്ചൊവ മാറിയാൽ മതി, ഒരുപാട് മുരിയൊന്നും വേണ്ട. അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റും ഒരു കാപ്സിക്കവും കുറച്ച് ഗ്രീൻ പീസും കൂടെ അരിഞ്ഞത് ആഡ് ചെയ്ത് ഇത് നമ്മൾ ഒരുപാട് വേവിക്കേണ്ട കാര്യമില്ല, ഒരു പച്ചച്ചൊവയൊന്ന് മാറിയാൽ മതിയേ. പച്ചക്കറി ഒരുപാട് വേവിക്കണം, ഇടയ്ക്കൊന്ന് കടിക്കുന്നത് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. അതൊന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ആഡ് ചെയ്തു. അതും കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണോളം മീറ്റ് മസാല ആഡ് ചെയ്തു. ഏത് മീറ്റ് മസാലയായാലും കുഴപ്പമില്ല, ഒരു 2 ടേബിൾ സ്പൂണോളം അത് ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ടൊമാറ്റോ സോസ് ഒരു 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്തു. ഒരുപാട് ആഡ് ചെയ്ത ഒരു മധുരമാവും, അതുകൊണ്ടാണ് നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തത്. അതിൻ്റെ കൂടെ ഞാൻ ഹോട്ട് സോസ് ആഡ് ചെയ്തു. ഇവിടെ ഞാൻ സിറാച്ച ഹോട്ട് സോസാണ് ആഡ് ചെയ്തത്. അതും ഒരു 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു. ഇതിനൊരു പുളിയും എരിവും ഒക്കെ ഉള്ളൊരു ഫ്ലേവറാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തു. അത് ആവശ്യമുള്ളവർക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് എരിവ് ഇഷ്ടമായതുകൊണ്ട് അത് ആഡ് ചെയ്തു. നമ്മുടെ സ്പിനച്ച് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല, ഇപ്പം നമ്മൾ സ്പിനച്ചും കൂടെ ആഡ് ചെയ്തു. സ്പിനച്ച് നമുക്ക് ഒരുപാട് ഇപ്പം വേവിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ പാസ്തയും കൂടി അതിനകത്തേക്ക് ഇടാം. കാരണം ഇതൊന്ന് പാസ്തയും കൂടി ഒന്ന് ഇളക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും സ്പിനച്ച് വെന്തോളും. സ്പിനച്ചിന് അധികം വേവില്ലല്ലോ. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പാസ്ത വെജിറ്റബിൾ ബീഫ് പാസ്ത റെഡിയായി. നല്ലൊരു ഫ്ലേവറുള്ള പാസ്തയാട്ടോ, പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.